Hello learners, welcome to Sure Question Academy. Please watch the videos, like and subscribe to the channel. നമുക്ക് ഇലക്ട്രിക് സർക്യൂട്ടുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം നോക്കാം. തയ്യാറല്ലേ? ഈ സർക്യൂട്ട് ഡയഗ്രം ശ്രദ്ധിക്കുക. ഒരു പ്രതിരോധകം ഒരു ബാറ്ററിയുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു. ചോദ്യം ഇതാണ്. ചിത്രത്തിൽ ഒരു പ്രതിരോധകത്തിലൂടെ കറന്റ് ഒഴുകുന്ന ഒരു ലളിതമായ സർക്യൂട്ട് കാണിച്ചിരിക്കുന്നു. 10 സെക്കൻഡിൽ പ്രതിരോധകത്തിൽ ഉണ്ടാകുന്ന താപം എത്രയാണ്? ഓപ്ഷനുകൾ നോക്കാം. ഓപ്ഷൻ എ 100 ജൂൾ, ഓപ്ഷൻ ബി 200 ജൂൾ, ഓപ്ഷൻ സി 400 ജൂൾ, ഓപ്ഷൻ ഡി 800 ജൂൾ. ഇതിൽ ഏതാണ് ശരിയായ ഉത്തരം? ശരിയായ ഉത്തരം ഘട്ടം ഘട്ടമായി കണ്ടെത്താം. പ്രതിരോധകത്തിലൂടെ കറന്റ് കടന്നുപോകുമ്പോൾ വൈദ്യുതോർജ്ജം താപോർജ്ജമായി മാറുന്നു. ഇതാണ് വൈദ്യുത പ്രവാഹത്തിന്റെ താപഫലം. ചിത്രത്തിൽ നിന്ന് സർക്യൂട്ടിലൂടെ ഒഴുകുന്ന കറന്റ് I = 2 ആമ്പിയർ. പ്രതിരോധകത്തിന്റെ പ്രതിരോധം R = 5 ഓം. സമയം D = 10 സെക്കൻഡ്. നമുക്ക് താപം H ആണ് കണ്ടെത്തേണ്ടത്. ആദ്യം നമുക്ക് താപം കണ്ടെത്താനുള്ള സമവാക്യം നോക്കാം. ജൂൾസ് നിയമം പ്രകാരം താപം H = I² RT. ഈ സമവാക്യം നമുക്ക് ഉപയോഗിക്കാം. ഇനി തന്നിരിക്കുന്ന വിലകൾ സമവാക്യത്തിൽ നൽകാം. വിലകൾ നൽകുക. H = 2² × 5 × 10. ആദ്യം കറന്റ് I2 സ്ക്വയർ ചെയ്യുക. H = 4 × 5 × 10. 4ഉം 5ഉം ഗുണിച്ചാൽ 20 ലഭിക്കും. അപ്പോൾ H = 20 × 10. ഇനി ഇത് ഗുണിക്കാം. അതുകൊണ്ട് ആകെ താപം H = 200 ജൂൾ. അപ്പോൾ ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്. വളരെ നല്ലത്. ഹാപ്പി ലേണിംഗ്.